ദൈവിക ശക്തി, ദൈവത്തിന്റെ കൃപാവരം എന്നിലേക്കും നിങ്ങൾ ഓരോരുത്തരിലേക്കും കടന്നു വരുമ്പോൾ ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനായി മാറും. അതിന്റെ പ്രത്യേകത ഇന്ന് നടക്കുന്ന അതേ വഴിയിലൂടെ ആയിരിക്കുകയില്ല നമ്മൾ നടക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ദൈവം. ആ വഴിയെക്കുറിച്ച് പറഞ്ഞവനാണ് യേശുക്രിസ്തു. ഞാനാവുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ നമ്മൾ ദൈവം യേശുക്രിസ്തു ആവുന്ന വഴി, അവിടുന്നാവുന്ന സത്യം, അവിടുന്നാവുന്ന ജീവൻ. ഇതാണ് മനുഷ്യവംശത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന റൂട്ട്. ഇതിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കേണ്ടത്. ഈ വഴിയിലൂടെയാണ് നടന്നു നീങ്ങേണ്ടത്. അപ്പോൾ മാത്രമേ അവിടുന്ന് പറഞ്ഞൊരു വചനം പൂർത്തിയാവുള്ളൂ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടുകയില്ല, നിത്യതയിലേക്ക് എത്തിപ്പെടുകയില്ല എന്നിലൂടെ അല്ലാതെ. അപ്പോൾ ഓർക്കുക, എന്തിനാണ് അപ്പോൾ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്? ഈ നിത്യതയിലേക്കുള്ള യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് വചനത്തിന്റെ ലക്ഷ്യം. ആ പോകുന്ന വഴിയിലെ റോഡ് മാറിപ്പോയ അവ എത്തേണ്ട അടുത്ത് എത്തുകയില്ലെന്നുള്ള സത്യം ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് അവരിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആരെന്ന് വ്യത്യാസം കൂടാതെ എല്ലാവരോടും സംസാരിക്കും. കാരണം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ, വഴിതെറ്റി നിത്യനാശത്തിലേക്ക് പോകുവാൻ എൻ്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വഴിതെറ്റി നമ്മൾ നിത്യനാശത്തിലേക്ക്, സാത്താന്റെ കെണിയിലേക്ക്, അവന്റെ നിത്യനരാഗ്നിയിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന്റെ തെളിവാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. അതിന്റെ തെളിവാണ് നമ്മളുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി രക്തത്തിന്റെയും അടയാളം, അതിന്റെ വിളിച്ചു വന്ന സന്ദേശം ഇതാണ്: ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന്റെ സുവിശേഷമാണ് ഈ വഴിയോരങ്ങളിലും എല്ലാ ദിക്കുകളിലും പോയിട്ട് ലോകത്തോട്, സകല മനുഷ്യരോട് വിളിച്ചു പറയുന്ന ലക്ഷ്യമതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന ഈ ദൈവവചനത്തെ, ഈ ദൈവത്തെ തന്നെ നമ്മൾ ഒരിക്കലും തള്ളിക്കളെ. നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് അവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം നമുക്ക് ഒരു മനുഷ്യന്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്, നിസ്സാരമാണ്. ഈ ആഴ്ചയിലുള്ളിൽ നമ്മൾ ഇവിടുന്ന്